എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പുതുതായി ഇവിടെ എത്തിയിട്ടുള്ളവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നെല്ലിക്ക ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ലൂസായിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ അച്ചാറാണിത്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഇതുപോലെയുള്ള ഒരു 20 നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെയിറ്റ് പറഞ്ഞാൽ ഒരു 400 ഗ്രാം വരും കേട്ടോ. ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 200 ml ഗ്ലാസ്സാണിത്. ഇത് കല്ലുപ്പാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. ഇതിപ്പോൾ നെല്ലിക്ക ഒരു 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഈ വെള്ളത്തിൻ്റെ ചൂടൊന്നാറിയ ശേഷം നെല്ലിക്ക ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ട് വെക്കുക. അപ്പം നെല്ലിക്ക അല്പം ഒന്ന് സോഫ്റ്റായി കിട്ടും. അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ആവി വന്ന് തുടങ്ങിയാൽ സ്റ്റീമറിലേക്ക് നെല്ലിക്ക വെച്ച് കൊടുക്കാം. ഇതിനെ അടച്ച് വെച്ച് 1 മിനിറ്റ് മാക്സിമം ഒന്ന് സ്റ്റീം ചെയ്താൽ മതിയാകും. കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. ഒന്ന് ചെറിയ രീതിയിൽ മയം വരണം, അത്രേ വേണ്ടൂ. അതിലെ വെള്ളമയം തുണി കൊണ്ട് ഒന്ന് തുടച്ച് മാറ്റാം. കാരണം ആവി വെള്ളമല്ലേ. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. 4 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്. ഇനി ഇതിലേക്ക് ആ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളത്തിൽ കുറച്ച് ചേർത്ത് ഇതൊരു പേസ്റ്റ് ആക്കി എടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഒരു ചട്ടിയിലേക്ക് 1/2 കപ്പ് കടുകെണ്ണ ചേർക്കാം. നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നന്നായി ഫ്യൂംസൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർക്കാം. 2 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 3 വറ്റൽമുളക്. ഇത്രയും നന്നായിട്ട് മൂപ്പിക്കാം. ഉലുവയും മൂത്താൽ മുളക് പൊടിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പേസ്റ്റാക്കി ചേർക്കുന്നത് കൊണ്ട് തന്നെ പൊടിയൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. ഇനി 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറും കൂടി ചേർക്കാം. ഇനി നെല്ലിക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ ഉപ്പുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര, ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടി ചൂടായി വന്നോട്ടെ. ഈ ഒരു അച്ചാർ നല്ല ലൂസ് ആയതുകൊണ്ട് തന്നെ ചോറിൽ വേണമെങ്കിൽ ഒഴിച്ചും കഴിക്കാം. തൈരോ പുളിശ്ശേരിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഒരു നെല്ലിക്കായും ആ കൂട്ടത്തിൽ നമ്മുടെ വയറിലെത്തുമല്ലോ. ഒന്ന് ചൂടായാൽ ഫ്ലെയിം ഓഫാക്കാം. ഒരു ദിവസം പുറത്തിരുന്ന ശേഷം ഉപ്പൊക്കെ പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൂടുതൽ ദിവസം വെച്ചേക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം കുറേശ്ശെ പുറത്തെടുത്ത് ഉപയോഗിക്കാം. ലൈറ്റായിട്ടുള്ളൊരു പിക്കിളാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കും ഫീഡ്ബാക്കും ഞങ്ങളെ അറിയിക്കണേ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി ഉടനെ തന്നെ ഞാൻ എത്തും. കാത്തിരിക്കുമല്ലോ.